പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് തൃശ്ശൂർ പാർക്കിലേക്കാണ് പോണത്. സരിതയും കിടാവും അവിടെയാണ്. സരിതയുടെ വീട്ടിലാണ്. അപ്പോൾ അവരും കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ബൈക്കുമേ അവരുടെ വീട്ടിലേക്ക്, അവിടെ നിന്ന് നേരെ പാർക്കിലേക്ക്. സരിതയുടെ വീട് കേട്ടാ, മുകളിലാണ് വീട്, അടിയിൽ ഒരു ഗോഡൗണാണ്. ഷട്ടർ അടഞ്ഞെടുക്കുന്നതാണ് എൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പ്. തൃശ്ശൂർ റൗണ്ടി കൂടെ ഞങ്ങൾ നടക്കണം കേട്ടാ. ഭയങ്കര തിരക്കപ്പോ റോഡിലേ. ഇതാണ് ബാനർജി ക്ലബ്ബ്, ബിനി ടൂറിസ്റ്റ് ഹോം, കൊച്ചിൻ ദേവസ്വം ബോർഡ് ബിൽഡിംഗ്. വണ്ടി നമ്മുടെ ബിനിയുടെ സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് നടക്കണം കേട്ടാ. അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കവാടത്തിനൊരു മാറ്റമൊന്നുമില്ല ചേട്ടാ, പഴയ കവാടം തന്നെ. ഓ, സരിത തൊട്ട് തലോടി നിറയിൽ വെച്ചിട്ടാണ് പോണത്. ഓ, ഒരാൾക്ക് മൊബൈൽ കളഞ്ഞിട്ട് ആള് നടന്നു നോക്കിയേ, മൊബൈലാണ് പിടിച്ചിട്ട്. കളിക്കാനായിട്ട് കുറെ സാധനങ്ങളുണ്ട് കേട്ടപ്പോ പിള്ളേർക്ക്. കണ്ട, പൊത്തി പിടിച്ച് കയറാനായിട്ട്, പതുക്കെ പൊത്തി പിടിച്ച് കയറാനായിട്ട്. കേറിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒഴുകാനാവില്ലേ. ഇതിന് ഏറ്റവും കൂടുതൽ പിള്ളേരുള്ളെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട് പിള്ളേര്, എല്ലാത്തിനും കയറാനും ഉണ്ട് പിള്ളേര്. ജഗ്ഗു മാത്രം കയറാനും കളിക്കാണ്ട് മാറി നിൽക്കണുള്ളൂ. ബാക്കി ഒരുവിധം പിള്ളേരൊക്കെ കളിക്കുന്നു. ഇപ്പൊ ജഗ്ഗു ഇറങ്ങണത് നോക്കാം നമുക്ക്. അയ്യോ, തെറ്റി. ഇതൊരു ഉരുണ്ട ഭൂഗോളം പോലെ, അതിന്റെ ഉള്ളിൽ നടക്കാല്ലേ വെറുതെ. ഉള്ളിലാ പുറത്താ ഊഞ്ഞാലുകള് കുറച്ചെണ്ണുണ്ട്. ഇത് എഴുതണ സാധനം ഇത് പഴയ തന്നെ അല്ലേ, ഒരു മാറ്റമില്ല. ഞാനൊരിക്കുന്നുണ്ട്. നല്ല രസാ. ഇത് മാവുമൊക്കെ പൊത്തി പിടിച്ച് കയറണ പിള്ളേർക്ക് കണ്ടമലൊക്കെ പൊത്തി പിടിച്ച് കയറണ പിള്ളേർക്ക് അവരുടെ ആശ തീർക്കാനായിട്ടുള്ള സാധനം. നല്ല തിരക്കുണ്ടല്ലേ. ഇത് കുഞ്ഞികടങ്ങൾക്ക് പറ്റിയെന്നുണ്ട്. ഇത്തിരി കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള പിള്ളേർ, 12 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഹൈറ്റ് കൂടിയാണ് തല തടയും. 5-6 വയസ്സ് മീനെന്താ ചെയ്തോണത്? ഉണ്ടാക്കിയവർക്ക് അറിയുള്ളൂ. 3-4 മീനുകളുണ്ട്. താറാവ്. ഇതൊക്കെ പൊളിഞ്ഞെടുക്കണ സാധനല്ലേ? നന്നാക്കി ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് ഇതിലൊന്നും കുട്ടികൾക്ക് കയറാൻ പറ്റണ്ടായിരുന്നില്ല. മൂട് തവിടുപൊടിയാകും. നടവഴിയൊക്കെ കണ്ട പൊട്ടപ്പനായി. ഈ നടവഴിയുടെ ഈ സൈഡില് മുഴുവനില്ലേ, പടിഞ്ഞാറ് സൈഡില് മുഴുവൻ പിള്ളേർക്ക് എന്താ പറയാ, ആർത്തു ഉല്ലസിക്കാനുള്ള സാധനങ്ങൾ നിറച്ചാക്കി. അതന്നെ. വടക്കേ സൈഡിലും ഈ റൗണ്ടിന്റെ വടക്കേ സൈഡിലല്ലേ, അവിടെയും അവിടെ ഉള്ളത് ഇതൊക്കെ പഴയ തന്നെയുണ്ട്. അറിയില്ലേ വടക്കുന്നതൊക്കെ ഏതെന്ന് അറിയില്ല. പിന്നെ ഒരു ഗുണം എന്തില്ലേ, ഈ പ്ലാസ്റ്റിക്കിന്റെ കവറുകള്, കടലാസുകള്, കപ്പലണ്ടിയുടെ ഇതുകളില്ലേ, ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, വേസ്റ്റ് സാധനങ്ങൾ ആളുകള് അവിടെ ഇവിടെ ഇടുന്നത് നിർത്തി വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് പഠിച്ചു തുടങ്ങിയതുകൊണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴേ ശരിക്ക് ബാംഗ്ലൂരൊക്കെ ചെന്ന പോലെ, ബാംഗ്ലൂര് മറ്റേ ലാൽബാഗില്ലേ, അതിലൊക്കെ പോയ പോലെ തോന്നി തുടങ്ങിയിട്ടാ. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരും ഇതൊക്കെ അടിപൊളിയാക്കാൻ പറ്റും. മനസ്സിലായില്ല? നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൊറേയൊക്കെ വൃത്തിയായിട്ട് ഇപ്പൊ സൂക്ഷിക്കാം. മാറ്റില്ലല്ലേ ഗാന്ധിജിക്ക് പിന്നെ മാറ്റാൻ വരുത്തണ്ടേ?
മീനുണ്ടാ ഇതില്? മീനുണ്ടായിരുന്നല്ലോ. മീൻ ഉണ്ടായിരുന്നില്ല, ചെടികളായിരുന്നു, താമരയും ആമ്പലും. നാട്ടുവഴികളൊക്കെ എന്തൊരു ഭംഗിയല്ലേ. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ കൊറേ പിരിമുറുക്കം ടെൻഷനൊക്കെ അടിച്ച് ഇരിക്കില്ലേ, ആ സമയത്ത് ഇങ്ങനത്തെ പാർക്കിൽ വരാം. പിള്ളേരൊക്കെ കൊണ്ടുവന്ന് അല്ലെ, പിള്ളേർക്കും നല്ലൊരു സന്തോഷം. മരങ്ങള്, പൂക്കള്, പച്ചപ്പ്, കളിക്കാനുള്ള അത് സൗകര്യങ്ങളൊക്കെ ആകുമ്പോ ആകെ ഒരു മാറ്റം വരും. അതന്നെ ഒരു ഉഷാറ്. പാർക്കിന്റെ ഇടയില് ഒരു കശുമാവ് നിർത്തിയിട്ടുണ്ട്. കശുനുണ്ട് അതിൻ്റെ അതിനെന്തായാലും കളഞ്ഞില്ലേ അവര്. ഇത് മരവാഴയാ. ഇതാണ്ടാ കേറിയാന്നുകൊണ്ട് പണിയുന്നത്. സ്റ്റീൽ നിർമ്മിത ആന. ആന തുമ്പിക്കൈകൊണ്ട് വെള്ളം ചീറ്റും തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടില്. പാർക്ക് ഇഷ്ടായ എല്ലാവർക്കും? പാർക്കിൽ നമ്മൾ അവസാനം ഉണ്ടാവുന്നേ കുറെ നാളായില്ലേ എന്നിട്ട്. അതെ, ഇവിടുത്തെ പുൽത്തകടികളില്ലേ, അതൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അവിടെ ഇരിക്കാനായിട്ട് ഇതായിട്ടില്ല. പുല്ലുള്ള മുന്നുണ്ടായിരുന്നത് കളഞ്ഞിട്ട് പുതിയത് പിടിപ്പിക്കാൻ തോന്നുന്നു. പിടിപ്പിക്കുക. എല്ലാവരും ഐസ്ക്രീം ഐസ്ക്രീം അതിന് പുറത്തുനിന്ന് പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും അലിയും. ഭയങ്കര ചൂടല്ലേ, നിരുത്സാഹപ്പെടുത്തണേട്ടോ ഞാൻ വരാം. എന്തായാലും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരാൻ പോവാണ് ഐസ്ക്രീം. അച്ഛനിപ്പോ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. ഇനി ഐസ്ക്രീം വാങ്ങിച്ച് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. എവിടേക്ക് പുറപ്പെടും? വീട്ടിൽ. എന്റെ അമ്മേന്റെ വീട്ടിൽ. അല്ല, എന്റെ അമ്മേന്റെ അമ്മേടെ വീട്ടിലേക്ക്. അല്ല, എന്റെ അമ്മേന്റെ വീട്ടിൽ. അല്ല, എന്റെ അമ്മേന്റെ വീട്ടിൽ. അല്ലല്ല, നമ്മളിനി ഒല്ലൂരിക്ക പോണേ, നമ്മുടെ വീട്ടിലേക്കാ പോണേ. അത് എന്റെ സാധനങ്ങളൊക്കെ ഇല്ല, അതെടുത്തിട്ട് നമ്മള് പോവും. അവിടെ കേറില്ല, പോണ വഴിക്കാൻ. എവിടെ ഇരിക്കും? അവിടെ. നീ അങ്ങോട്ട് വീട്ടിൽ വരുന്നില്ലേ? ഒല്ലൂർക്ക് വരുന്നില്ലേ? എന്തേ? വലിയ ടേസ്റ്റൊന്നുമില്ലേ, വെറുതെ കഴിക്കുക ഐസ്ക്രീം എന്നൊരു പേര്. ലൈറ്റൊക്കെ ചെറുതായിട്ട് തുടങ്ങിട്ടാ ഇരുട്ടായപ്പോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗിയില്ലേ? മറ്റേത് ഐമാസ്റ്റ്. ലൈറ്റ് ഇടുമ്പോ ഒരു ഭംഗിയുണ്ട്. ഇതിപ്പോ ഈ എക്സിബിഷന്റെ ഈ പൂരത്തിന്റെ ഇതായ കാരണം ഒന്നുണ്ട്. വെക്കേഷൻ, പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ അപ്പുറത്തെ എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പൂരം എക്സിബിഷൻ. പിന്നെ ഇപ്പൊ ഉദ്ഘാടനമല്ലായില്ലോ, അത് തന്നെ ആവും. എല്ലാത്തിനും ലൈറ്റ് ഇട്ടുണ്ട്. മഴയാകുമ്പോ ഒക്കെ മാറ്റി കളയേണ്ടി വരുന്നതുകൊണ്ട് കളയില്ല. എന്തായാലും കളയില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ പറഞ്ഞേ. അല്ല, മാറ്റി കളയില്ല എന്നല്ല പറഞ്ഞ ചേട്ടൻ. ശരിക്കും ആഘോഷം പുറത്ത് തോന്നുന്നില്ല കാണുമ്പോ, ഇവിടേക്ക് വരുമ്പോ. ആഘോഷാവാറല്ലോ, തൃശ്ശൂർ പൂരം പറയില്ലേ? എന്നാ തൃശ്ശൂർ പൂരം? മെയ് 13 അതുകൊണ്ട് നെഹ്റു. ആളുകൾ കൊറേയൊക്കെ പോയി തുടങ്ങിയില്ലേ, വൈകുന്നേരമായി തുടങ്ങിയപ്പോ.
പ്രൊഫസർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ. ശരിക്ക് എന്തൊരു ഭംഗിയല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പൂക്കളൊക്കെ നോക്കിയേ. ഈ സാധനം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ നോക്കിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് ഇതിന് നല്ല വെയില് വേണം. നമ്മുടെ വീട്ടിൽ നല്ല വെയിലുണ്ടാ? ടെറസിന്റെ മുകളിൽ മാത്രം വെയിലുണ്ട്. സകല സ്ഥലത്തും മരങ്ങളാണ് നിറച്ച്. നല്ല മണ്ണുത്തി കൊണ്ടു വെച്ചതാ, എന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. അതേ മരങ്ങളാണ് നിറച്ച് തണലല്ലേ. ആനരം ബാക്ക് വശം ഇത് എന്നിട്ടാ ഈ എന്നിട്ട് കുരുന്ന പറയുന്നേ. ഇതൊക്കെ എന്തൊരു ഭംഗിയല്ലേ. പാർക്ക് വെറുതെ കാണിക്കാന്ന് മാത്രമല്ലോ, അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ക്രാങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കാനായിട്ട് ഇഷ്ടം പോലെയാ. ഇഷ്ടംപോലെ സ്ഥലം നവീകരിച്ച ശേഷം തുറന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൊന്നുണ്ട്. ഒക്കെ തുരുമ്പോ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ പാർക്കിന്റെ വലിപ്പം ഭയങ്കര കൂടിയ പോലെ തോന്നുന്നു. സൗകര്യങ്ങൾ കൂടിപ്പോയി. നല്ല ഇപ്പൊ കണ്ടമാനം ഇപ്പൊ ഉള്ളതിനേക്കാളും ഒരു ഇരട്ടി വലിപ്പം കൂടുതൽ പോലെ എനിക്ക് തോന്നാം. കണ്ടമാനം പേര് വരുന്നുണ്ട്. പൈസ ഒന്നുമില്ലേ, ഫീസൊന്നുമില്ല. ഞാൻ ആരോട് പറഞ്ഞു 10 രൂപയാണ്. 10 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഫീസ് പ്രവേശനത്തിന് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പോഴാണല്ലോ ഇപ്പൊ കാശ് വെച്ചാൽ മുതലാവുക കൂടുതൽ. ഇപ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പേര് വരുന്നത്. അത് കഴിഞ്ഞ ആളുകൾ കുറയും. പിന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് കഥകളൊന്നും പറയാനൊന്നുമില്ല. ഭയങ്കര ബഹള. പാട്ട് പാടാനുള്ളൊരു സാഹചര്യം ഇല്ല. നമുക്ക് ശരീരത്തിൽ ഉഷാറില്ല. അവിടെ നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പാട്ട് പാടാം. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുട്ടായി, ചെറുതായിട്ട് ഇരുട്ടായി. സമയം 6:40. പാർക്കുമായി ബന്ധപ്പെട്ട വല്ല സംഗതികളുണ്ടോ പറയാനായിട്ട്? ആലോചിച്ച് നോക്കിയേ. പാർക്കുമായി ബന്ധപ്പെട്ട സംഗതികളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു വട്ടം കൂടെ പാർക്കിലേക്ക് വന്നിട്ടുള്ളോ. എന്നിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞു ഇതിനേക്കാൾ എത്ര ഭംഗിയല്ലേ നമ്മുടെ പാടത്തിരുന്ന് വർത്താനം പറയാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങള് വരാറില്ല. പിന്നെ പാടത്തേക്ക് പോവും. പിന്നെ ഇവിടെ ഒന്നും ഇത്ര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് വന്നു അല്ലേ. ജഗുനി പറഞ്ഞ പോലെ പാർക്കിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാലും വരില്ല. അറക്കാൻ കൊണ്ടുപോണ പോലെയാ. പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഒന്നിലും കേറാം. മറ്റേ ഉൾഗണല്ല ഊഞ്ഞാലിൽ ഒന്നിലിരിക്കില്ല. നമ്മൾ നിർബന്ധിച്ച് ചെയ്യണം. കാരണം വീട്ടിൽ കളിക്കാൻ കുറെ കൂട്ടുകാരും ചേട്ടന്മാരെ മക്കളെല്ലാവരായിട്ട് കളിച്ച് നടക്കണ കാരണം കൊണ്ടേ അവനൊന്നും ഇങ്ങനെ പാർക്കിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു സംഭവമല്ല. കൂട്ടുകാർ ഇപ്പൊ കളിക്കാനൊക്കെ അവന്റെ കൂട്ടുകാരുണ്ട് ജോവിൻ. അവനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഓടി നടന്ന് ഭയങ്കര കളിയാന്. അവനാണെങ്കിൽ വേളാങ്കണ്ണിക്കല്ലേ പോയി വന്നത്. അല്ല വേളാങ്കണ്ണിക്കല്ല, എന്നിട്ട് മലയാറ്റൂർക്ക് പോയി. അതാണ് ജഗുവിനെ വലിയ ഉഷാറില്ല. അടിപൊളിയാക്കിണ്ട്. എന്തൊരു ഭംഗിയല്ലേ. ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ മുന്നേ. ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങള് പുറത്തേക്ക് കേട്ടാ. വൈകുന്നേരം 7 മണി കഴിഞ്ഞു. തൃശ്ശൂർ റൗണ്ട് വൈകുന്നേരം ഇങ്ങനെയാണ്. വണ്ടിയിലാണ് ഇങ്ങനെ നടക്കാട്ടാ. ആദ്യം വണ്ടിയുള്ള പാർക്കിംഗ് ഒക്കെ ഈ റൗണ്ടിന്റെ വലതുവശത്തായിരുന്നു. ഇപ്പൊ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ആളുകൾ അങ്ങോട്ട് കടക്കലും ആകെ എപ്പോഴും തിക്കും തിരക്കായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നമില്ല ആ സൈഡിലേക്ക് ആയ കാരണം. നമ്മൾ പാർക്കിൽ നിന്ന് വീട്ടിലെത്തി. ഇനി സരിതനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോകണം. അപ്പൊ സരിത പാട്ട് പഠിക്കണം. ഇതുവരെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ പാടി തുടങ്ങേട്ടാ. ഇന്നും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ്. പക്ഷെ ഈ പാട്ട് ചേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ പറഞ്ഞതാ ഈ ഉപ്മഗാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും പാടാന്ന്. പക്ഷെ സമ്മതിക്കില്ല ചേട്ടൻ. എനിക്ക് പാടാറിയില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ലാണ്ടൊക്കെ പാടും. അത്ര മോശമൊന്നുമല്ല. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന.
മതകരമാമൊരു വേദന. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. അകലെ അകലെയായി സൗന്ദര്യത്തിൻ അളകനന്ദയുടെ തീരത്ത് തങ്കക്കിനാവുകൾ താലമെടുക്കും താരുണ്യ സങ്കൽപ്പ മതിരോത്സവം. പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. ആ ആ മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. മതകരമാമൊരു വേദന. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. ഹൃദയ സഖീനി ജീവിതമൊരുക്കും മധുവിദുരജനിതൻ മാറത്ത് കൽപ്പനാലക്ഷങ്ങൾ പൂമാരി ചൊരിയും രാഗാനുഭൂതി തൻ വസന്തോത്സവം. പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. ആ ആ മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. മതകരമാമൊരു വേദന. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എപ്പോഴും ഞാൻ മോളി പാട്ട് പാടും. കാര്യമില്ല, പാട്ട് പാടാൻ പൊള്ളില്ല ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.